ഓക്കെ. സോ എല്ലാവർക്കും വീണ്ടും ആ, ഒരു സൂം മീറ്റിംഗിലോട്ട് സ്വാഗതം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ടായിരുന്നത് കഴിഞ്ഞ SOP സെഷനിലെ അനുഭവങ്ങളും അതിനുശേഷമുള്ള ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അതിനെ സിഗ്നിഫിക്കന്റ് ആക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അതിനെ സിഗ്നിഫിക്കന്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ പ്രാധാന്യമുള്ള ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആക്സസിനെ കുറിച്ചോ ക്ലാസ്സുകളെ കുറിച്ചോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഓർ എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലും ഷെയർ ചെയ്യാം, പ്ലീസ്. പുതിയതായിട്ട് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. Yes, yes, ആലീസ് ഉണ്ട്. ഉണ്ടോ? ഓക്കെ. Yeah. ഞാനും ഉണ്ട് മാം. ഞാനിപ്പോ ഞാനും അല്ല ആദ്യമായിട്ടാണ്. ഇപ്പോ 2 times ഞാനുണ്ട് മാം. attend 2 times നേരത്തെ ഇതിനു മുമ്പേ 2 times മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷെ ആ, അന്ന് സിംഫണിയുടെ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ 12 hours ബാക്ക് ടു ബാക്ക് ഇല്ലേ, ഡോക്ടർ ഡൈൻ്റെ, അതെ അതെ. അപ്പൊ അതിന് എനിക്ക് നല്ല ഒരു ഫീലിംഗ് ആയിരുന്നു സിംഫണിയുടെ അന്ന് കിട്ടിയത്. ഓക്കെ. മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിയോണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോ അതിന് കയറാൻ നോക്കിയപ്പം ഫ്രീ ആണ്, ഫീസ് ഇല്ല. പക്ഷെ നമ്മുടെ ഇത് ക്രെഡിറ്റ് കാർഡിന്റെ ഇത് കൊടുക്കണം. അപ്പൊ അത് ക്രെഡിറ്റ് കാർഡ് ഫില്ലായ കാരണം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് കയറാൻ പറ്റില്ല. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു വിഷമായിരുന്നു. കാരണം അത്രയും ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക് സിംഫണിയുടെ അന്ന് എനിക്ക് കിട്ടിയതെന്ന് പറയുക. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സിംഫണി സെഷൻ ഞാൻ ആദ്യമായിട്ടാണ് ചേർന്നത്. ഞാൻ ബുക്ക് റീഡിങ്ങിന്റെ ഒരു ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഓൾറൈറ്റ്, ശരി. മാം ഞാനും ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ആക്സസിനെ കുറിച്ചോ ആക്സസ് ക്ലാസ്സുകളെ കുറിച്ചോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാം യെസ് മാം. എറണാകുളം അല്ലാതെ ആലപ്പുഴ നടുക്ക് എവിടെങ്കിലും ഒരു ക്ലാസ് വെക്കുമോന്ന്. എവിടെ അല്ലാതെ? എറണാകുളവും ട്രിവാൻഡ്രവും അല്ലാതെ മിഡിലിൽ എവിടെയെങ്കിലും ഒരു ക്ലാസ് ചേച്ചിയുടെ വെക്കാമോ? വീടിനടുത്ത് എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? എന്റെ വീട്ടിലേ സ്ഥലമുണ്ട്. ഓക്കെ. ഫൈൻ. എനിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. സി, നമ്മള് ലൈക്ക് ഒരു ഹോട്ടലില് നമ്മളൊരു ഹാളൊക്കെ എടുക്കുമ്പോ അതിനൊരു റെന്റ് ഉണ്ട്. ഉം. അപ്പൊ ആക്ച്വലി അതിന് 2 ദിവസത്തെ ഹോട്ടലിന്റെ റെന്റ് കൊടുക്കണം, ആൻഡ് അവിടുത്തെ സ്റ്റേ നോക്കണം, എന്റെ സ്റ്റേ നോക്കണം, അതൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ഓക്കെ. അപ്പൊ അതിന് അത്രയും പാർട്ടിസിപ്പൻസ് വരുമ്പോഴാണ് എനിക്കിങ്ങനെ ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ സാധിക്കുക. ആലപ്പുഴയിലൊക്കെ ക്ലാസ് വെച്ച് കഴിഞ്ഞാല് എത്ര പേർക്ക് വരാൻ സാധിക്കും? ഇഫ് ദർ ആർ ലൈക്ക് കുറച്ചു പേര് ഒരുമിച്ചുണ്ടെങ്കിൽ ഞാൻ വരുന്നതിലോ ക്ലാസ് എടുക്കുന്നതിലോ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു കുറച്ച് ഡെസ്റ്റിനേഷൻസ് മാത്രം ചൂസ് ചെയ്തിട്ട് അവിടെ ഒരുമിച്ച് ആൾക്കാർ വരുമ്പോൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് എനിക്ക് യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഐ ലവ് ട്രാവലിങ്, എസ്പെഷ്യലി എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രപഞ്ചത്തിന്റെ നിയമം, പ്രകൃതിയുടെ നിയമം അതാണ്. ഒരിക്കൽ ആക്ച്വലി ഞാൻ പ്രകൃതിനോട് ചോദിച്ചു, പ്രപഞ്ചത്തിനോട് ചോദിച്ചു, എനിക്ക് യാത്ര ചെയ്യാൻ, ഞാൻ കുഞ്ഞു പ്രായത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. മീൻസ് ഐ ലവ് വർക്കിംഗ്. ഓക്കെ. എന്നെ സംബന്ധിച്ച് ജോലി ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. വെറുതെ ഇരുന്നിട്ട് ലൈക്ക് ആരെങ്കിലും നമുക്ക് കാശ് ഗിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങൾ ഓർ സുഖ സൗകര്യങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഐ ഓൾവേസ് വർക്ക്. കുഞ്ഞു പ്രായത്തിൽ ഞാൻ വർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോ ഞാൻ പലതരത്തിലുള്ള ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഐ ഐ വാസ് ഇൻ ടു ലൈക്ക് ഞാൻ പ്രകൃതിയോട് ചോദിച്ചു, പ്രപഞ്ചം എനിക്ക് യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എനിക്ക് യാത്ര ചെയ്തുകൊണ്ടും എനിക്ക് എന്റെ ജീവിതം അധ്വാനിക്കാനും ഒക്കെ കഴിയുന്ന അങ്ങനെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയും അതിനനുസരിച്ച് പ്രകൃതി എനിക്ക് എല്ലാ തരത്തിലുള്ള ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള മീൻസ് ആൾക്കാരെ ഹാപ്പി ആക്കാൻ, ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റാൻ, ഓർ കുറച്ചും കൂടെ ബെറ്റർ എംപവർമെന്റ് ചെയ്യാൻ, അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വഴികളൊക്കെയും എനിക്ക് പ്രകൃതി ഒരുക്കി തന്നു, ഓർ ഗോഡ് എനിക്ക് ഒരുക്കി തന്നു. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് വരാനും അവിടെ നിന്ന് ക്ലാസ് എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. ബട്ട് ഹൗ മെനി ഓഫ്
യു ആർ റെഡി ദെയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആലപ്പുഴയിൽ ഓക്കെ, ഒരു ദിവസം ഞാൻ അറേഞ്ച് ചെയ്യാം. ആലപ്പുഴയിൽ നല്ല മനോഹരമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, ശരി. കോട്ടയം നോക്കും മാം, ഒരുപക്ഷെ നല്ലതായിരിക്കും കോട്ടയം. കോട്ടയം നല്ലതാണ്. കോട്ടയത്തൊക്കെ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. വേറെ ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടിനടുത്തോട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ കേരളത്തിൽ ആലപ്പുഴ മാത്രമല്ല ഉള്ളത്, കേരളത്തില് കോട്ടയം മാത്രമല്ല ഉള്ളത്. ഈ ജന്മം നമുക്ക് നോക്കും, നമ്മൾ അനേകം ജന്മം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെയും ഒരുപക്ഷെ ഇത്രയും യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തായിരിക്കും നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നിരിക്കുക. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രീഡവും ട്രാവലിനുള്ള എല്ലാ എന്താ പറയാ സൗകര്യങ്ങളും ഉള്ള കാലഘട്ടത്ത് ആരോഗ്യം കൂടെ ഉള്ളപ്പോ യാത്ര ചെയ്യാൻ ഇങ്ങനെ മടിച്ചിരുന്നാൽ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ആക്സസിന്റെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ രണ്ട് ചിറക് കിട്ടുന്ന പോലെയാണ് പലപ്പോഴും പലരെ സംബന്ധിച്ചു. ഒരുപാട് യാത്രകൾക്കുള്ള സാഹചര്യം വരും ആക്സസിന്റെ ക്ലാസ്സുകൾ കഴിയുന്ന സമയത്ത്. ഓക്കെ, കാരണം ആക്സസിലുള്ളവർ മിക്കവാറും എല്ലാവരും തന്നെയും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്, ഞാൻ ഇതുവരെ കണ്ടിരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. മേ ബി ആക്സസ് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ അനുഭവങ്ങൾ മേ ബി ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്റെ അനുഭവം എനിക്ക് അങ്ങനെയാണ്. ഞങ്ങൾക്കും ഒരു യാത്രയ്ക്കുള്ള സാഹചര്യം ഒത്തു വന്നു മാം. അയോധ്യ, പിന്നെ കാശി, വാരാണസി. സത്യം പറഞ്ഞാൽ ചേച്ചി, എന്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കേൾക്കാൻ സാധ്യതയുള്ളവര്, ആക്സസിന്റെ ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓൾവേസ് യാത്ര 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 യാത്രയോട് യാത്രകൾ തന്നെയാണ് എപ്പോഴും എപ്പോഴും എപ്പോഴും. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഐ ട്രാവൽ. ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ക്ലാസ്സുകൾക്കല്ലാതെ സെൽഫായിട്ടും ഒക്കെ നിർത്താണ്ട് യാത്രകളായിരുന്നു എന്റെ ലൈഫ് അതിനുശേഷം ഇന്ന് വരെയും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും മടിച്ചിരിക്കുവാണെങ്കിൽ ഓക്കെ, ഡോണ്ട് ലിമിറ്റ് യുവർ ലൈഫ് ലൈക്ക് ചെറുതാക്കി ആക്ച്വലി ജീവിതത്തെ ഒരുപാട് ചെറുതാക്കരുത്. പ്ലീസ് എക്സ്പാൻഡ്. അതാണ് ആക്സസിൽ തന്നെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ എക്സ്പാൻഷൻ ആണ്. ലൈഫ് എല്ലാ തലത്തിലും ഉയർച്ചയാണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മാം, കാലിക്കറ്റ് ആക്സസിന്റെ സ്വാപ്പ് നടക്കുന്നു. ബാഴ്സിന്റെ നമുക്ക് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാൻ ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? ശിശിരിയാണോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അതെ അതെ. ശിശിരിയുടെ ശബ്ദം എനിക്ക് ഓക്കെ. സോ ശിശിര, കാലിക്കറ്റിന്റെ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓൾറൈറ്റ്, ഫൈൻ. അല്ലാതെ ദിസ് ഇസ് എ ക്ലാസ് ഫോർ പബ്ലിക് ആണ്. Everyone can ask question related to class or different things. You can ask questions. മാം, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ചോദിച്ചു. ഇതില് നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങള് ഫീസ് വെച്ചിട്ട് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റില്ലേ? ഓൺലൈനില് ഈ ആക്സസ് ക്ലാസ്സുകള് കൊടുക്കാൻ പറ്റുന്ന പോർഷൻസ് ഓൺലൈനിൽ കൊടുക്കാമോ? ഓൺലൈൻ അതായത് ആക്സസിന് ധാരാളം ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട്. മാം കണ്ടക്ട് ചെയ്യാമോന്നാ ഞാൻ ചോദിക്കുന്നത്. ഓ, അങ്ങനെയാണോ? നമുക്ക് ഓക്കെ, നടത്താം. നമുക്ക് മീൻസ് അടുത്ത് വന്നല്ലാതെ ഓൺലൈനിൽ കൂടി ചെയ്യാൻ പറ്റുന്നത് അത് ക്ലാസ്സുകളായിട്ട് ഓൺലൈനിൽ ചെയ്യാമോ? ഫൈൻ. അത് ടച്ച് പ്രോസസ്സുകൾ നിർബന്ധമായിട്ട് നമ്മള് ഡയറക്റ്റ് തന്നെ ആ വരണം, അതെ ക്ലാസ് അതെ വരണം. അതെ. അല്ലാതെ നമുക്ക് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതിനകത്ത് മണി ക്ലാസ്, ഇപ്പൊ നെക്സ്റ്റ് മന്ത് ഒരു മണി ക്ലാസ് ഉണ്ട്. ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. റൈറ്റ്, അപ്പൊ അത് നെക്സ്റ്റ് മന്ത് ആയിരിക്കും. മെയ് മാസം 12-ാം തീയതി മുതൽ 23-ാം തീയതി വരെ 10 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡിങ്ങും കിട്ടും. അപ്പൊ ആ ക്ലാസ് ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണം, അത് മാൻഡേറ്ററി ആണ്. കിൻഡിൽ എഡിഷനും വാങ്ങിക്കാം, ഓർ ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് പേപ്പർ ബാക്ക് ആക്ച്വലി പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് എപ്പോഴും അഡ്വൈസബിൾ. കാരണം ആ ക്ലാസ് അറ്റൻഡ് ചെയ്താലും അത് ഒരു തവണയല്ല, വീണ്ടും വീണ്ടും പലവട്ടം 5 തവണ 10 തവണയൊക്കെ ആ വർക്ക് ബുക്ക് വീണ്ടും 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 നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം.
അതിന്റെ റീസൺ എന്ന് ഓക്കെ. വെച്ചാൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് മണി ക്ലാസ് ആണ്. ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്ക്. സത്യം പറഞ്ഞാല് നമ്മളെല്ലാവരും കുഞ്ഞു നാള് മുതൽ അധ്വാനിക്കുന്നത് ഓർ നമ്മൾ ജോലിക്ക് പോകുന്നത്, നമ്മൾ സഫർ ചെയ്യുന്നത് എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം ഈ റിയാലിറ്റിയില്, ഈ യാഥാർത്ഥ്യത്തില് പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ സമ്പന്നന്റെ ഭാര്യയായിട്ടോ, അല്ലെങ്കിൽ അതീവ സമ്പന്നരുടെ മക്കളായിട്ട് ജനിച്ചാൽ പോലും നമ്മൾ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് ഈ റിയാലിറ്റി. സോ അങ്ങനെയുള്ള ഒരു ലോകത്ത്, പണമില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പണത്തെ കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, റൈറ്റ്? സോ കോഗ്നിറ്റീവ്, അതായത് ട്രഡീഷണൽ വേയിൽ അല്ലാതെ വേറെ മാർഗങ്ങളുണ്ട്. വേറെ മാർഗങ്ങൾ എന്ന് പറഞ്ഞാല് മോഷ്ടിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അതൊന്നും അല്ല. there are different kind of education which is available in this world. പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ, അതായത് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ഈ ലോകത്ത് അവൈലബിൾ ആണ്, റൈറ്റ്? അതും നമ്മൾ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കെന്ന് മാത്രമല്ല, എല്ലാ മേഖലയിലുള്ളവരും അത്തരത്തിലുള്ള ബോധ്യവും അറിവും ഒക്കെ നേടിയിരിക്കണം. അത് നമ്മുടെ ഉള്ളിലിട്ട് നമ്മൾ കുറെ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമുക്കുണ്ടാകും. ശ്രീകല ചേച്ചി എന്താണ് ഇൻസെയിൻ മണി എന്ന് എഴുതിയത്? റൈറ്റ്? സോ വൈ യു റോട്ട് ഇറ്റ് ഇൻസെയിൻ മണി? അപ്പൊ അതുപോലെ മണി ക്ലാസ് അതുകൊണ്ട് നെക്സ്റ്റ് മന്ത് ഉണ്ടായിരിക്കും. ആൻഡ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്ലാസ്സസ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 1 day or 2 day or 3 day ക്ലാസ് ആയിട്ട് ഫൈൻഡ് യുവർ ഹാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സോ ഏതെങ്കിലും ഒരു സ്മോൾ ക്ലാസ്സസ് വെക്കാം. പക്ഷെ ഇതിന്റെ ടൈം കൂടെ നോക്കേണ്ടി വരും. മേ ബി ഒരു 1 or 2 month നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. നെക്സ്റ്റ് മന്ത് ഉള്ളത് മണി ക്ലാസ് ആണ്. ഓക്കെ. ശ്രീകല ചേച്ചി, ശ്രീലേഖ ചേച്ചി എന്തുകൊണ്ടാണ് ഇൻസെയിൻ മണി എന്ന് എഴുതിയത്? ഇൻസെയിൻ മണിയല്ലേ, പറ്റിക്കാതൊക്കെ വാങ്ങിക്കാൻ പറ്റും. ആരെയും പറ്റിക്കാതെ വാങ്ങിക്കും. ഭ്രാന്തൻ മണി. ഓക്കെ, സോ ആരെയും പറ്റിക്കാതെ വാങ്ങിക്കാൻ പറ്റും. ആരെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും ഓക്കെ, എന്റെ ചോദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ ഭൂമി ആരുടെ സ്വന്തം? എല്ലാവരുടെയും. പക്ഷേ ഈ ഒരു തുണ്ട് ഭൂമി വാങ്ങണമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും പൈസ കൊടുക്കേണ്ട അവസ്ഥയല്ലേ? ഓക്കെ, അപ്പോ അവിടെ ആക്ച്വലി നമ്മൾ പറ്റിക്കപ്പെടുന്നില്ലേ? എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കാൻ നമുക്ക് ഈ ഭൂമി നൽകേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, നമുക്ക് എല്ലാവർക്കും ജീവിക്കണം. ഓക്കെ, അതെ. എന്തുകൊണ്ട് അപ്പൊ കുറെ ഭൂമി എന്താ കുറച്ചു പേരുടെ ചെയ്യാ? മേലിരിക്കുന്നു? Why? It is for everyone. അപ്പൊ അവിടെ അല്ല, നമ്മൾ അപ്പൊ പറ്റിക്കപ്പെടുന്നില്ലേ? നമ്മളെന്ത് ചെയ്യാനാ ഇപ്പൊ അങ്ങനെ ഒരു നിയമം ഓക്കെ, അവള് വാങ്ങിയാലേ കിട്ടൂ. എക്സാക്ട്ലി. മനുഷ്യരായതുകൊണ്ടാ. റൈറ്റ്. അപ്പോ പറ്റിക്കപ്പെടുക എന്ന വാക്ക് നമ്മൾ വീണ്ടും 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 റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒരുപാട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും. ശരിക്കും എന്താണ് പറ്റിക്കപ്പെടൽ? എന്താണ് നമ്മുടെ ജീവിതങ്ങളിൽ ആക്ച്വലി നമ്മൾ ശരിക്കും നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറ്റിക്കപ്പെടൽ എന്ന വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. റൈറ്റ്? നമ്മൾ ജനിക്കുമ്പോൾ മുതൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പറ്റിക്കപ്പെടലിൽ നിന്ന് ബോധം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും ഈ പ്രോസസ്സുകൾ നമ്മൾ ചെയ്യുന്നതും. നമ്മളെ തന്നെ നമ്മൾ ആക്ച്വലി പോവർട്ടി മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുമാണ് വി ആർ ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് ആക്സസ്. ആൻഡ് നമ്മളിപ്പോ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെപ്റ്റ് കൾച്ചറിലാണ്. ഡെപ്റ്റ് കൾച്ചർ എന്ന് വെച്ചാല് കടഭാരത്തിൽ ജീവിക്കുക എന്നൊരു സംസ്കാരത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
എത്ര ധനമുണ്ടെങ്കിലും ഒരു സൈഡ് നമുക്ക് കടമുണ്ടായിരിക്കണം. അതൊരു സംസ്കാരം പോലെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട് ജസ്റ്റ് ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പൊ അങ്ങനെയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും ആ ഒരു അവസ്ഥ? കാരണം നമ്മൾ എത്ര ശ്രമിച്ചാലും പലരുടെയും കയ്യിൽ ഇപ്പൊ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ക്രെഡിറ്റ് കാർഡ്. നമുക്ക് ആ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു ലോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഓർ സം കൈൻഡ് ഓഫ് കടം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഫൈൻ. Sorry. വൈ നമ്മൾ ആക്ച്വലി കടം വാങ്ങണം എന്നുള്ളൊരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് വൈ ആർ വി ഗോയിങ്? ഓക്കെ. Yeah. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇല്ലാതെ പോകുന്നത് മണിയെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്. ആൻഡ് ഇനി ഭ്രാന്തമായ മണി എന്ന വാക്ക് ശ്രീലേഖ ചേച്ചി മാറ്റണം. മണി ഭ്രാന്തമല്ല. കാരണം അങ്ങനെ ഒരു ടേം ചേച്ചി അല്ലെങ്കിൽ മണി തെറ്റാണ്, ഒരു പാപം ആണ് മണി എന്ന ആ ഒരു വാക്കിലൂടെ തന്നെ, അങ്ങനെ ഒരു ടേം പറയുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സമ്പത്തിനെ റെസിസ്റ്റ് ചെയ്യാണ്, പണത്തെ നിങ്ങൾ അപമാനിക്കുകയാണ്, പണത്തെ നിങ്ങൾ ദുഷിച്ചു പറയാണ്. ഓക്കെ. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സമ്പത്താണ്, പണമാണ്. നമുക്ക് വസ്ത്രം വാങ്ങിക്കാൻ, നമുക്ക് ഭക്ഷണത്തിന്, നമുക്ക് വിദ്യാഭ്യാസത്തിന്, അത് നമ്മുടെ യാത്രകൾക്ക്. ഓക്കെ. അപ്പൊ ഇതിനെല്ലാറ്റിനും നമ്മെ സഹായിക്കുന്ന ഒരു വസ്തുവിനെ, ഒരു ഊർജത്തെ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോ how it will come to us? ഈ പണത്തെ കുറിച്ച് നല്ല മൂല്യമുള്ള ഒരുപാട് പേര് എന്തെങ്കിലും ഒരു കാര്യത്തിന് പണം കിട്ടിയാൽ അവരത് കയ്യിൽ മേടിച്ചിട്ട് രണ്ട് കണ്ണിലും വെച്ചിട്ടാണ്. അപ്പം ലക്ഷ്മി ദേവിയെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെച്ചു പോകും കണ്ണില്, അല്ലേ? ആബ്സല്യൂട്ട്ലി. അതാണ് നമ്മളെ പൂർവികർ പഠിപ്പിച്ചു തന്നത്. ലക്ഷ്മി ദേവിയാണ് സമ്പത്തിനെ നിങ്ങൾ ആക്ച്വലി എന്താ പറയാ, ബ്ലസ് നിങ്ങളിലോട്ട് വരുന്നതും നിങ്ങൾ കൊടുക്കുന്നതും. അതുകൊണ്ട് ദയവായിട്ട് കാശിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനായിട്ട് പാടില്ല. ഓക്കെ. ദാറ്റ് ഈസ് വൺ തിങ് നമ്മളെപ്പോഴും സൂക്ഷിക്കുക. കാരണം നമ്മളെപ്പോഴും സമ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മനുഷ്യരെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും എല്ലാം. കാരണം അതുണ്ടെങ്കിലേ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. ഭക്ഷണത്തിന് പോലും, ഭക്ഷണം കഴിച്ചാൽ പോലും കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ. ഞാൻ ആ വാക്ക് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി എന്താണ് ആ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്നുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമ്പത്തിനെ ദയവായിട്ട് ദൂഷിച്ച് സംസാരിക്കാതിരിക്കുക. ഫൈൻ. സോ നെക്സ്റ്റ് വി ഹാവ് മണി ക്ലാസ്സസ്. ആൻഡ് അപ്പോഴായിട്ട് പല പല ക്ലാസ്സസും വരും. അത് നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ടു നോ. ഫൈൻ. ശരി. ഇനി ഒരു കാര്യം. ഓക്കെ. ഫെമിൻ റേസ്ഡ് ഹാൻഡ്. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കും മാം. നമ്മള് ഇതിന് റിലേഷൻഷിപ്പ് ഹീലിംഗിന് ഇത് ആക്സസ് ബാർ ഉപയോഗിക്കാൻ പറ്റുമോ? ഒന്നിനും പരിപൂർണമായിട്ട് സൊല്യൂഷൻ അല്ല ആക്സസ് ബാർസ്. ആക്സസ് ആക്ച്വലി നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും, വഴിയല്ല പറഞ്ഞു തരിക. ഐ സേ ലൈക്ക് മീൻസ് അതായത് നമുക്ക് ടൂൾസ് തരും, കുറെ വിദ്യകൾ. ഓക്കെ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ സാഹചര്യത്തെയും ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. എന്റെയും അഭിപ്രായവും അനുഭവവും അതാണ്. മറ്റൊന്ന്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറൊരു വ്യക്തിയെ നന്നാക്കിയിട്ട് അല്ലെങ്കിൽ കൂടെയുള്ള വ്യക്തിയെ നന്നാക്കിയിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിലായി. നമ്മളിൽ മാറ്റം വരികയാണെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ സാഹചര്യത്തെ കാണാനുള്ള, ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാൾ നമ്മളെ ബിട്രേ ചെയ്യുന്നു, അത് അവരിൽ ഒറിജിനലി അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അവർ തീർച്ചയായിട്ടും ബിട്രേ ചെയ്യും, നമ്മളെ വഞ്ചിക്കും. അവിടെ ആക്ച്വലി നമ്മൾ ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കുക. ഓർ നമുക്ക് ആ സാഹചര്യത്തെ എന്താ പറയാ, ആ സാഹചര്യത്തെ ഓക്കെ ഇങ്ങനെ ചതിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം എങ്ങനെ നമുക്ക് ആയിത്തീരാനായിട്ട് പറ്റും, ഓർ അതിൽ നിന്ന് ആ ഒരു ഇമോഷണൽ പെയിനിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമുക്ക് കളയാൻ, അങ്ങനെയുള്ള ടൂൾസ് ഒക്കെയാണ് പഠിപ്പിച്ചു തരാം.
ഇവരെ നന്നാക്കി ചതിക്കാൻ ശീലിച്ചിട്ടുള്ള, ചതിക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തി നന്നാക്കി എന്നും നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് അതല്ല നമ്മുടെ പർപ്പസ്. റൈറ്റ്? ഹവർ ചില സാഹചര്യങ്ങളിൽ അവർക്കും മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫെമിൻ ചേച്ചി മനസ്സിലായോ? നമ്മൾ ചേഞ്ച് ആവുമ്പോ അവരിലും മാറ്റം സംഭവിക്കും എന്നുള്ള. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ആ സാഹചര്യത്തെ മാറിക്കാണാൻ, മറ്റൊരു തലത്തില് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ജോലി നഷ്ടപ്പെട്ടു. അയ്യോ എനിക്കൊരു ജോലി നഷ്ടപ്പെട്ടേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രയാസപ്പെട്ട് അപ്പൊ തന്നെ കയറൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നതിന് പകരം വാവ്, ഒരു ജോലി പോയി, പുതിയൊരു ജോലിക്കുള്ള സാഹചര്യം, പുതിയ വ്യക്തികൾ, പുതിയ സാഹചര്യങ്ങൾ, ഐ എം ഗോയിങ് ടു ബി മോർ ക്രിയേറ്റീവ്, അങ്ങനെ ഒരു തലത്തിൽ കാണാൻ പറ്റുകയാണെങ്കിലോ നമ്മുടെ കാഴ്ചപ്പാട് മാറി വരും, നമുക്ക് ആറ്റിറ്റ്യൂഡ് മാറി വരും. ആബ്സല്യൂട്ട്ലി. നോക്കൂ ചേച്ചി, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മറ്റെന്തിനു മാറ്റം വരുത്താൻ പറ്റിയാലും the ever toughest thing is മനുഷ്യ മനസ്സുകളെ മാറ്റുക എന്നുള്ളത്. ഓക്കെ, മനുഷ്യനെ മാറ്റുക എന്നുള്ളതാണ്, മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു കാര്യം. ഒന്ന് ചിരിക്കാൻ പോലും മടിക്കുന്നവരാണ് ഈ ലോകത്ത്, ഈ കാലഘട്ടത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും സകല സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിച്ചിട്ടും ഒന്ന് പുഞ്ചിരിക്കാൻ പോലും മറന്നു പോകുന്ന, ഒന്ന് നന്ദി പറയാൻ പോലും മറന്നു പോകുന്ന, ഇതെല്ലാ സൗഭാഗ്യങ്ങളിലും ജീവിച്ചിട്ടും ഒന്ന് ആഘോഷിക്കാൻ പോലും മറന്നു പോകുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ, നമുക്ക് ഇല്ലായ്മകളെയും ഓർ മറ്റൊരു വ്യക്തിയെ നോക്കിയിട്ട് നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് വിഷമിക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനെയുള്ള മനസ്സുകളുടെ ഉടമകളായി തീരാറുണ്ട് നമ്മൾ പലപ്പോഴും, നമ്മളെ സ്വയം ചിന്തിച്ചാൽ പോലും. അങ്ങനെയുള്ളപ്പോ മറ്റൊരു വ്യക്തിയെ മാറ്റുക എന്നുള്ളത് ഇറ്റ്സ് എ ഹെർക്കൂലിയസ് ടാസ്ക് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ആയിരിക്കാം, എങ്ങനെ ഓരോരോ സാഹചര്യത്തെ നമുക്ക് ആക്ച്വലി ടാക്കിൾ ചെയ്ത് പോകും. ടാക്കിൾ മീൻസ് ലൈക്ക് ഹൗ വി ക്യാൻ ചേഞ്ച് എന്നുള്ളതാണ്. ആൻഡ് അറ്റ്മോസ്റ്റ് പെയിൻഫുൾ സിറ്റുവേഷനെയും നമുക്ക് എങ്ങനെ അതൊരു പെയിൻലെസ് ആക്കി മാറ്റാം. ദെൻ നമ്മളൊന്ന് ചേഞ്ച് ആയി തുടങ്ങിയാൽ റിലേഷൻഷിപ്സും, മണി റിയാലിറ്റി, സംടൈംസ് അവരുടെ ഹെൽത്ത് എല്ലാം ബെറ്റർ ആവാൻ തുടങ്ങും. ഓക്കെ, കരയാനാണ് നമ്മളെ ശീലിപ്പിച്ചിട്ടുള്ളത്. ചിരിക്കാൻ അനുവാദമില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആക്സസിൽ ചിരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ചിരിക്കാനും സമാധാനത്തോടു കൂടി ജീവിക്കാനും, നമ്മൾ യഥാർത്ഥത്തിൽ കുറവുകൾ ഇല്ലാതെയാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ കുറവുകളോടുകൂടിയല്ല സത്യത്തിൽ ജീവിക്കുന്നത്. നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ അതീവ ശക്തിയുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. നമുക്ക് കുടിലുകളിൽ ജീവിച്ചിരുന്ന നമ്മളെല്ലാവരും കൊട്ടാരത്തിൽ ജീവിക്കുന്നു. ഇപ്പോഴും നമുക്ക് സങ്കടമാണ്. ഓക്കെ, എന്തൊക്കെ ലഭിച്ചാലും നമുക്ക് തൃപ്തി വരില്ല. ഇതാണ് നമ്മുടെ ഒരു യാഥാർത്ഥ്യം. റിലേഷൻഷിപ്സിലെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ശരികളിൽ നിന്ന് മാത്രമേ നമുക്ക് എപ്പോഴും ചിന്തിക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കൂടെയുള്ളവരുടെ ശരികൾ ഒരുപക്ഷെ നമ്മൾ മറന്നുപോകും. അവരുടെ ശരികൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ അവർ കണ്ട ജീവിതങ്ങളിൽ നിന്നോ അവർ പഠിച്ചെടുത്ത ശരികളായിരിക്കും അവരുടെ ശരികൾ. ആ ശരികളിലായിരിക്കും അവർ ജീവിക്കുക. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്ന ശരികൾ വ്യത്യസ്തമായിരിക്കും. ഈ രണ്ട് വ്യത്യസ്ത ശരികളും കൂടെ ചേർന്ന് അവിടെ കൊളാപ്സ് ഉണ്ടാവും. ആൻഡ് പ്ലീസ് ഡോണ്ട് ബെഗ് ഫോർ ലവ് ഫ്രം എനിബഡി. ആരിൽ നിന്നും സ്നേഹത്തിനായി യാചിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ജീവിക്കാതിരിക്കും. സ്നേഹത്തിനായിട്ട് യാചിക്കാനല്ല. ഓക്കെ, പ്ലീസ് ഡോണ്ട് ബെഗ്. സ്നേഹിക്കപ്പെടാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ സ്നേഹിക്കപ്പെടാനായിട്ട് യാചിക്കേണ്ടി വരുന്നത് ഒരു ദയനീയ ജീവിതമാണ്. ഡോണ്ട് ബെഗ് ഫോർ ഇറ്റ്. പ്ലീസ് ലവ് യുവർസെൽഫ്. ഓക്കെ,
താങ്ക് താങ്ക് യു യു മാം. ചേച്ചി. റൈറ്റ്. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഞാൻ ചേച്ചിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ? ആക്സസ് ഒരുപാട് ടൂൾസ് തരും കേട്ടോ. ആക്സസ് പ്രോസസ്സുകളിലെല്ലാം പല പല ക്ലാസ്സുകളിലായിട്ട് ധാരാളം സ്റ്റേറ്റ്മെന്റ്സ് ടൂൾസ് ഒക്കെ തരും സാഹചര്യം ബെറ്റർ ആക്കാനായിട്ട്. ഓക്കെ, ശരി. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതും. ഒരു ചേച്ചി ആക്ച്വലി SOP സെഷൻ കഴിഞ്ഞപ്പോൾ മെസ്സേജ് ഇട്ടിരുന്നു, ലൈക്ക് ഹസ്ബൻഡ് സ്നേഹം കൂടിയിട്ട് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നു. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പറയാനും പാടില്ല. Yeah. അതായിരുന്നില്ല അവരുടെ സിറ്റുവേഷൻ. ഓക്കെ, സോ 2 മുറികളിൽ കഴിഞ്ഞിരുന്നവര് ഒരേ മുറിയിൽ താമസിക്കാൻ തുടങ്ങിയത്, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ശരി. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ? എന്താണ്? എൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ ചേച്ചി. എൻ്റെ ഹസ്ബൻഡിന് ഒരു 2022 ആ ടൈമിൽ കമ്പനിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് കിട്ടാനുണ്ടായിരുന്നു. കുറെ ഈ വർഷം വരെ അത് കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ അത് കിട്ടില്ല എന്ന് വിചാരിച്ചത് അങ്ങനെ മറന്നുപോയി. കഴിഞ്ഞ മണി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു ആഫ്റ്റർ 1 വീക്ക് അതിനുള്ള പ്രോസസ്സ് തുടങ്ങി. ഇപ്പോൾ 2 months ശേഷം ഞങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടി. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. Thank you so much for sharing this. Wow, thank you. ആക്സസ് സത്യം പറഞ്ഞാൽ ഒരു മിറക്കിൾ വേൾഡ് ആണ് കേട്ടോ. സത്യമായിട്ടും ശരിക്കും ആക്സസിന്റെ ക്ലാസ്സിന് വേണ്ടി പേയ്മെന്റ് ആൾക്കാർ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ജീവിതങ്ങളിലെ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പലരും പറയാറുണ്ട്. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി. പലരും ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. Alright. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? മണി ക്ലാസ്സിൽ പേയ്മെന്റ് എന്താണ് മാം? മണി ക്ലാസ്സിന്റെ പേയ്മെന്റ് എത്രയാ? പലതരത്തിലുള്ള മണി ക്ലാസ് ഉണ്ട്. ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്ക് എന്ന ക്ലാസിന്റെ പേയ്മെന്റ് എത്രയാണെന്ന് എനിക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാനുണ്ട്. ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാം എത്ര രൂപയാണ്. ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്ക് എന്ന ക്ലാസിന്റെ പേയ്മെന്റ് എത്രയാണെന്നുള്ളത് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. Then there are ഇനി small മണി ക്ലാസ് ഉണ്ടോ മാം? മെയ് മാസത്തിലുണ്ട്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്ലാസ് ആണ് കേട്ടോ. ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്ക് എന്ന ക്ലാസ് ആണ്. ഓക്കെ, അത് നെക്സ്റ്റ് മന്ത് മെയ് മാസത്തില് ഓൺലൈനിലായിട്ട് ആർക്കും അറ്റൻഡ് ചെയ്യാം. റെക്കോർഡിങ്സും തരും. ഓക്കെ, അത് നിങ്ങൾ പക്ഷെ അത് വീണ്ടും വർക്ക്ഔട്ട് ചെയ്യണം. ആ വർക്ക് ബുക്ക് ആക്ച്വലി ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ പോരാ, വീണ്ടും വർക്ക്ഔട്ട് ചെയ്യണം. നമ്മളെ ശരിക്കും അത് മാറ്റിയെടുക്കണം. നമ്മുടെ പോവർട്ടി മെന്റാലിറ്റി തന്നെ മാറ്റണം. മാനസികമായിട്ട് തന്നെ നമ്മൾ ആക്ച്വലി ദരിദ്രരായിരിക്കണം, നമ്മൾ ദാരിദ്ര്യമുള്ളവരാണ്, ദാരിദ്ര്യമാണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, സോ കഴിഞ്ഞ വർഷം നടത്തിയ മണി ക്ലാസ് പോലെ അല്ലേ മാം? അല്ല, അത് ഡിഫറെന്റ് ആണ്. അത് ആക്ച്വലി ജോയ് ഓഫ് ബിസിനസ് എന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയതൊക്കെ. ഈ വർഷം ഡിഫറെന്റ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക, മണി ക്ലാസ്സുകൾ. എപ്പോഴും ഒരേ ക്ലാസ്സിന് എടുത്താൽ എനിക്ക് തന്നെ ബോറടിക്കും. ഓക്കെ, സോ ഫൈൻ. ഞാനൊരു സൂത്രവിദ്യ പറഞ്ഞു തരട്ടെ. അഹങ്കാരം കുറയ്ക്കാനുള്ളൊരു സൂത്രവിദ്യ പറഞ്ഞു തരട്ടെ. തീർച്ചയായും. ഓക്കെ, എല്ലാവരുടെയും കയ്യില് ഒരു ബുക്കോ പെന്നോ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാമോ? അഹങ്കാരം കുറയ്ക്കാനുള്ള. അഹങ്കാരം ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഫൈൻ, ഗുഡ്. പെന്നോ പേപ്പറോ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാം, എഴുതുക. ഇന്ന്
നമ്മളിപ്പോ പല രാജ്യങ്ങളിലുള്ളവരായിരിക്കും, ഫൈൻ. എന്നിരുന്നാലും ഇന്ത്യയിലുള്ളവര് ഇന്ത്യയെ കുറിച്ച് എഴുതാം. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ, സ്വതന്ത്രമായ ഇന്ത്യയിൽ ജീവിച്ചിരിക്കാൻ എത്ര മനുഷ്യർ സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ട് ജീവത്യാഗം ചെയ്തിട്ടുണ്ടാവും? ഒരു 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 റഫ്ലി ഒരു നമ്പർ അങ്ങ് എഴുതും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളിപ്പോ സ്വതന്ത്രമായ ഒരു ഇന്ത്യയിലാണ് ജീവിക്കുക. ഓക്കെ, നമുക്ക് എല്ലാ എന്താ പറയാ സ്വാതന്ത്ര്യവും ഉണ്ട്, യാത്ര ചെയ്യാനും. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങണം, ഒരു ദിവസം ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കിടന്ന് ഉറങ്ങാം. ഓർ ആക്ച്വലി നമ്മളെപ്പോഴും ഇങ്ങനെ, നമുക്കറിയാലോ, മേ ബി ഒരു 200 ഇയേഴ്സിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്കറിയാലോ. ആ സാഹചര്യം അല്ലാതെ ഇന്നത്തെ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ, ഓർ ഇന്നത്തെ ഭാരതത്തിൽ നമുക്ക് ജീവിക്കാൻ എത്ര പേർ തങ്ങളുടെ ജീവിതം ത്യാഗം ചെയ്തിട്ടുണ്ടാവും? സമരത്തിലോ, ഓർ ശരീരം വേർപെട്ടു പോയോ, ഓർ ഏതെല്ലാം തലങ്ങളില് ത്യാഗം ചെയ്തിട്ടുണ്ടാവും? എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ, ഗവൺമെന്റ് കെട്ടിടങ്ങൾ, റോഡ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം ബിൽഡ് ചെയ്തെടുക്കാനും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് സ്കൂളുകൾ, നമ്മളൊക്കെ പഠിച്ച വിദ്യാലയങ്ങൾ, പള്ളികൾ, അമ്പലങ്ങൾ, നമുക്ക് പോകാനുള്ള വഴികൾ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഓക്കെ, ഇതെല്ലാം ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു വരുവാനായിട്ട് എത്ര അധികം ആൾക്കാര് ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു കണക്കൊന്ന് എഴുതിയെടുത്ത് നോക്കി, ഒരു കണക്ക് എഴുതി നോക്കി. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജി, ആൻഡ് നമ്മളിപ്പോ വളരെ പണ്ടൊക്കെ ഒരുപക്ഷെ പണ്ടൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റ് ഇത്രത്തോളം ഇല്ലായിരുന്നു. ഒരു ചിത്രഗീതം കാണാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വരെ ചിത്രഗീതം. ആ സമയത്ത് കറണ്ട് പോയാൽ പോയി. ആ സമയത്ത് എന്നൊക്കെ വരില്ലേ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി. ഫൈൻ. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ആക്ച്വലി ഇപ്പൊ വേണമെങ്കിൽ ഈ ക്ലാസ്സിനകത്തൊന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് നേരെ പോയി റീൽസ് നോക്കാം, ഓർ യൂട്യൂബിലെ വേറെ TV, സിനിമ, അത് ഇത്, അങ്ങനെ നമ്മുടെ ഫുൾ ടൈം എന്റർടൈൻമെന്റിലായിരിക്കാനായിട്ട് എത്ര പേരുടെ അധ്വാനമുണ്ട് എന്ന് റഫ്ലി ഒരു കണക്ക് എഴുതൂ. ഓക്കെ, ഇനി ആക്ച്വലി നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നാള് ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച കർഷകർ ഏതെല്ലാം രാജ്യങ്ങളിലും. നമ്മളിപ്പോ സത്യം പറഞ്ഞാല് ഇന്ത്യയിലുള്ള ഫുഡ് മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ള നാളികേരവും അത് മാത്രമൊന്നും അല്ല കഴിക്കുന്നത്. ഓക്കെ, നമ്മള് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഫ്രൂട്ട്സും നമ്മളിപ്പോ കഴിക്കുന്നുണ്ടോ? ഓക്കെ, ഏത് ഫുഡും നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പൊ ആ തലത്തിൽ നമ്മൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഫുഡ് കഴിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് അത് നമ്മളിപ്പോ ഓരോ ദിവസവും നിസ്സാരമായി നമ്മൾ കഴിച്ചു ചിലപ്പോൾ 150 രൂപ കൊടുത്ത് ബർഗറോ അല്ലെങ്കിൽ ഓറേനോ വാട്ട് എവർ വി ആർ ഈറ്റിംഗ്, അത് കഴിക്കാനായിട്ട് ഓർ അത് നമ്മുടെ അടുത്തോട്ട് എത്തിക്കാനായിട്ട് അതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് എത്ര ആൾക്കാരാണ് അധ്വാനിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയേ. കർഷകര്, ഫാക്ടറീസ്, ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ. നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പുറകിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ ആക്ച്വലി തേയിലപ്പൊടി ഇടുമ്പോൾ ആ തേയിലപ്പൊടിക്ക് വേണ്ടിയിട്ട് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വ്യവസായം ഓരോ പ്ലക്ക് ചെയ്യുന്ന ചേച്ചിമാർ ഉൾപ്പെടെ, തേയിലത്തോട്ടത്തിൽ നിന്ന് തേയില ഇങ്ങനെ പ്ലക്ക് ചെയ്യുന്ന ചേച്ചിമാർ ഉൾപ്പെടെ എത്ര പേര്
എത്ര പേരാണ് നമ്മുടെ ദൈനംദിനം ആഹാരം കഴിക്കാൻ ആയിട്ട് മാത്രം നമ്മെ സഹായിക്കുന്നത്? ഒന്നും എഴുതാമോ? പിന്നെ സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, നമ്മൾ ആക്ച്വലി ഇന്ന് ഉപയോഗിക്കുന്ന സോപ്പ്, ചീപ്പ്, കണ്ണാടി, നമ്മുടെ അലങ്കാര വസ്തുക്കൾ, ഓക്കെ. സോ ഇതിനെല്ലാറ്റിനും വേണ്ടി എന്തുമാത്രം പേരാണ് ഈ ലോകത്ത് പല സ്ഥലങ്ങളിലിരുന്ന് പല കോണുകളിലിരുന്ന് നമുക്കായിട്ട് അധ്വാനിക്കുന്നത്? ഒന്ന് എഴുതാമോ? ഇനി നമ്മളിപ്പോ യാത്രകൾ ചെയ്യാനായിട്ട് ബസ്സിലാകട്ടെ, ട്രെയിനിലാകട്ടെ, ഓർ നമ്മൾ ഫ്ലൈറ്റിലാകട്ടെ, യാത്രകൾ ചെയ്യാനായിട്ട് നമ്മളെ കെയർഫുൾ ആയിട്ട് കൊണ്ടെത്തിക്കാനായിട്ട്, ഓർ നമ്മൾ ആക്ച്വലി നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ടെക്നോളജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കടമെടുത്തും ഓർ ലോൺ എടുത്തും ഒക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സായി തങ്ങളുടെ ഒരു ലൈഫ് ടൈമിൽ ചിലപ്പോൾ 5-10 വർഷമൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഒരു ടെക്നോളജിയൊക്കെ ക്രിയേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരുന്നത്. അതിന്റെയൊക്കെ പിറകിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന പല ടെക്നോളജികളും പലതും ലൈക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? അതിന്റെ ഭാഗമായിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. എത്ര പേരുണ്ടാവും? ഒന്ന് എഴുതാമോ? ഓക്കെ. ഇനി നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിലാണെങ്കിലും, ഏത് തൊഴിൽ, എത്ര വലിയ തൊഴിലായിരുന്നാലും ശരി, എത്ര കുഞ്ഞു തൊഴിലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന തൊഴിലായിരുന്നാലും ശരി, അതിന് റിസീവറായിട്ട്, അതായത് അത് സ്വീകരിക്കാൻ ഉപകാരപ്പെടുന്ന രീതിയിൽ ജനങ്ങൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ പക്ഷി മൃഗാദികളോ എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്കൊരു തൊഴിൽ ഉണ്ടായിരിക്കുന്നത്? അതിന് ഭാഗമായിരിക്കുന്ന ആൾക്കാർ എത്രത്തോളം വരും എന്നുള്ളതൊന്ന് എഴുതാമോ? താങ്ക് യു. ഓക്കെ. ഇതിനകത്ത് നിങ്ങൾ എഴുതിയതിനകത്ത് 10-ൽ കൂടുതൽ പേരുണ്ട് എങ്കിൽ, 10-ൽ കൂടുതൽ പേരുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം 10 പേരുടെയെങ്കിലും ഔദാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണോ? അതെ ഓക്കെ. അതെ അതെ റൈറ്റ്. 10 പേരെങ്കിലും, നമ്പർ 10 എങ്കിലും. അപ്പൊ ഇത്രയും 10 പേരുടെയെങ്കിലും ഔദാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഇത്രയും പേരുടെ ഔദാര്യത്തിൽ ജീവിച്ചിട്ട് എന്തിന്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കേണ്ടത്? 10 പേരാണോ ഉള്ളത്? അല്ല എത്ര പേരുണ്ടെന്നൊന്ന് പറയാമോ? കണക്ക് പറയാനേ പറ്റത്തില്ല. ചാറ്റ് ബോക്സിൽ എഴുതൂ കുറെ കണക്ക്, എന്നാലും എഴുതൂ. കോടിക്കണക്കിന് ആൾക്കാരുടെ സഹായം. ജീവിച്ചിരിക്കുന്നതും എല്ലാത്തിന്റെ ഉത്തരം മരിച്ചവരും. കോടികൾ എന്നാണ്. അതെ, എല്ലാം കോടികൾ എന്നാണ് ഉത്തരം. കോടികൾ. അതായത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും സമസ്തത്തിന്റെയും, ഓക്കെ, അത്രയൊന്നും 93 കോടി എന്നാണ് ലിജോ സാറിന്റെ കണക്ക്. അതൊന്നും പോരാ, ഒന്നും മതിയാവില്ല. ഈ ഭൂമിയിൽ ഇന്ന് ഇതുവരെ ജീവിച്ചിരുന്ന സകല മനുഷ്യരുടെയും, ഇവിടെയുള്ള കല്ല്, മണ്ണ്, പാറ, സകലത്തിന്റെയും, സകല പക്ഷി മൃഗാദികളുടെയും, എല്ലാവരുടെയും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചുപോയവരുടെയും സകലരുടെയും ഔദാര്യത്തിൽ ജീവിച്ചിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണെങ്കിൽ ആ അഹങ്കാരം ബോധമില്ലായ്മ, ഒരു ഭൂലോക മണ്ടത്തരമാണ് നമ്മുടെ അഹങ്കാരം. ലോക മണ്ടന്മാർക്ക് മാത്രമേ അഹങ്കരിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും സകലരുടെയും ഔദാര്യത്തിലാണ് ജീവിക്കുന്നത്. ശരിയാണോ? ഓക്കെ. സോ ഇതുവരെ എന്തെങ്കിലും അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്കത് പതുക്കെ
ഓരോന്നായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വീളി പിറക്കിയെടുത്ത് ഭൂമിക്ക് അടിയിലോട്ട് കുഴിച്ചിടാമോ? ഓക്കെ. സകല മനുഷ്യരോടും, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകല മനുഷ്യരോടും നമുക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം. ബിക്കോസ് ദാറ്റ് ഇസ് എ റിയാലിറ്റി. ഓൾറൈറ്റ്, ഫൈൻ. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഹാവിംഗ് നോ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ അവർ ലൈഫ്? എന്ത് വാല്യൂ ആണുള്ളത് നമ്മൾ ആക്ച്വലി നന്ദിയില്ലാത്തവരായി ജീവിക്കുന്നത്? സകല മനുഷ്യരും സകല മനുഷ്യരും സകല മനുഷ്യരും സ്ത്രീയും പുരുഷനും കൂടിച്ചേർന്നവരും സ്ത്രീയും പുരുഷനും അല്ലാത്തവരും പല പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നവരും എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും, പല മതസ്ഥരുടെയും, ഉയർന്നവരുടെയും താഴ്ന്നവരുടെയും, പണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും, ദുഷ്ടന്റെയും കള്ളന്റെയും നല്ലവന്റെയും എല്ലാവരുടെയും ഔദാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പങ്കുവെറ്റുന്നവരാണ്. നമ്മൾ വെറുക്കുന്നവരുടെയും നമ്മൾ ശപിക്കുന്നവരുടെയും. ഓക്കെ. സോ സകലരുടെയും ഔദാര്യത്തിലാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും ജീവിച്ചിരിക്കുന്നത്, സകലരും. ഓക്കെ. സോ ലെറ്റ് us be in gratitude. നന്ദിയുള്ളവരായിരുന്നാൽ മതി. അഹങ്കാരമെല്ലാം താഴെപ്പോട്ടെ. ഓക്കെ, എടുത്തു കളയാം. സത്യം പറയാൻ അഹങ്കരിക്കുന്നത് ഒരു ബോധമില്ലായ്മ, അറിവില്ലായ്മ. ആ അറിവില്ലായ്മയിൽ നിന്ന് നമുക്ക് മോചിതരായാലോ? ഇന്ന് മുതൽ ആ അറിവില്ലായ്മയിൽ നിന്ന് മോചിതരാവാൻ റെഡിയാണോ? നിങ്ങൾ എല്ലാവരും അഹങ്കാരം ഇല്ലാത്തവരാണെന്ന് എനിക്കറിയാം. എനിക്കൊരു അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു, അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ കേട്ടോ. ഫൈൻ, ശരി. സോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇന്നത്തേക്ക് ഈ ഒരു മെസ്സേജും ഈ ഒരു ലെസണും മതിയായിരിക്കും എന്ന് കരുതുന്നു. ധാരാളം. ഇനി എറണാകുളത്ത് എന്താണ് ക്ലാസ് ഉള്ളത്? എറണാകുളത്ത് ഇനിയിപ്പോ മെയ് മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഐ തിങ്ക് 4 and 5 3 ശനി ഞായറുമാണ് എറണാകുളത്ത്. അത് ആക്ച്വലി എറണാകുളത്ത് ഞാൻ ഇനിയിപ്പോ ജൂൺ മാസത്തിൽ ക്ലാസ് വെച്ചാൽ മതി എന്നാണ് കരുതിയത്. പക്ഷേ ദുബായിൽ നിന്ന് ഒരു ചേച്ചി വരുന്നുണ്ട്, ഭയങ്കര കരച്ചിലും ബഹളവും. ഞാൻ ക്ലാസ് വച്ചേ പറ്റുമെന്ന് ഭയങ്കര ബഹളം, എന്നും മെസ്സേജ് അയക്കും. അതുകൊണ്ട് ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ജോയിൻ ചെയ്തെങ്കിൽ 3 and 4 ക്ലാസ്. ഓക്കെ, ശരി. ആൻഡ് വേറെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ആക്സസിന് ധാരാളം ക്ലാസ്സസ് ഉണ്ട്. ആക്സസ് ബാസ് ക്ലാസ് ഉണ്ട്, ഫേസ് ലിഫ്റ്റ് ക്ലാസ് ഉണ്ട്, ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ട്, ഒരുപാട്. സ്റ്റാർട്ടിങ് ആക്സസ് ബാർ ക്ലാസ് അല്ലേ ചെയ്യേണ്ടത്? ബേസിക് ക്ലാസ് ആക്സസ് ബാസ് ക്ലാസ്, അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ഓരോരോ ക്ലാസ്സസ് നമുക്ക് തോന്നുന്ന അനുസരിച്ച് പോയാൽ. മണി ഏരിയയിലാണ് ആക്ച്വലി നിങ്ങൾ പ്രയാസപ്പെടുന്നതെങ്കിൽ മണി ക്ലാസ്സസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിന് ആക്സസിന്റെ ബാസ് ക്ലാസ് പഠിക്കണം എന്ന് നിർബന്ധമില്ല, മണി റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ. ഹവർ ബാസ് ക്ലാസ്സസ് ഡിഫറെന്റ്. എല്ലാ ക്ലാസ്സിലും എനർജി ക്ലാസ്സസ് ആണ് ഇതൊക്കെ. ബോഡി പ്രോസസ് ക്ലാസ് ലൈസൻസ് എനിക്ക് എക്സ്പയർ ആയി എന്നാണ് തോന്നുന്നത്. 1 ഇയറിലത്തേക്കാണ് നമുക്ക് ലൈസൻസ് കിട്ടുക കേട്ടോ. ഈ ക്ലാസ്സുകളൊന്നും എന്റേതല്ല. ഈ ക്ലാസ്സുകളെല്ലാം ഗ്യാരി ഡഗ്ലസിന്റെയും ഡോക്ടർ ഡെയിൻഫിയറിന്റെയാണ്, ആക്സസ് കോൺഷ്യസ്നസിന്റെതാണ്. അപ്പോ എനിക്ക് 1 ഇയറിലത്തോളം ബോഡി പ്രോസസ്സിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഏപ്രിൽ 10 എക്സ്പയർ ആയി എന്നാണ് തോന്നുന്നത്. എനിക്ക് ചെക്ക് ചെയ്യണം. ബോഡി പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ക്ലാസ്സുകളെല്ലാം ഭയങ്കര വിയർഡ് ആണ്. എന്നുവെച്ചാല് ഡെഫിനിഷൻ പറയാൻ കഴിയില്ല. ക്ലാസ് വരുമ്പോ മാത്രമേ എന്താണ് എന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു മാസമായിട്ട് മാമിന്റെ ഈ വീഡിയോസ് ഒക്കെ കണ്ടേ, അങ്ങനെയാണ് ഇതിലേക്ക് ഇത് വന്നത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. ഓക്കെ സർ, ഓക്കെ. ബോഡി പ്രോസസ് ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ, കാരണം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞാല് പീപ്പിൾ ഹൂ ഡോണ്ട് ഇതിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർക്ക് അതിന്റെ കണ്ടന്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരല്പം പറഞ്ഞാൽ പോലും അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിപ്പോ ഞാൻ യൂട്യൂബിൽ ഇടുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് എനിക്കിത് പറയാൻ സാധിക്കില്ല. അവർ ക്ലാസ് വരുമ്പോ ഹെൽത്ത് ബെറ്റർ ആക്കാനല്ല കേട്ടോ ബോഡി ക്ലാസ്സസ്. ഹെൽത്ത് ബെറ്റർ ആയാൽ ഒരു ബോണസ് ആണ്.
പക്ഷെ ഹെൽത്ത് ബെറ്റർ ആക്കാനല്ല. ഓക്കെ. മാം ഈ അടുത്ത് ഓസ്ട്രേലിയയിൽ പോയി ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞ അതപ്പം ബോഡി പ്രോസസ് അല്ല? അല്ല, അത് ഫൗണ്ടേഷൻ ക്ലാസ് പഠിപ്പിക്കാനുള്ള ലൈസൻസ് ആണ് എടുത്തത്. ഫൗണ്ടേഷൻ ക്ലാസ്സും ഹൗ ടു ബിക്കം മണി വർക്ക് ബുക്ക് ക്ലാസ്സും പിന്നെ ഒരുപാട് ക്ലാസ്സസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നൊന്നായിട്ട് ഓരോരോ ക്ലാസ്സസ് ആയിട്ട് ആ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യാം. ഓക്കെ. 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 അപ്പൊ അതിൽ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നും ഓക്കെ ഈ ക്ലാസ് എനിക്ക് ചിലപ്പോൾ ഗുണകരം ആണ് എന്ന് തോന്നുന്ന ക്ലാസ്സിൽ മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. എല്ലാ ക്ലാസ്സിലൊന്നും എല്ലാവരും ജോയിൻ ചെയ്യേണ്ടതില്ല. കാരണം പല ചിലപ്പോൾ ചില ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുന്ന ക്ലാസ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒന്നും വലിയ പ്രശ്നമില്ല എങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ക്ലാസ്സുകൾ ചിലപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് മണിയുമായിട്ട് പ്രശ്നങ്ങളില്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ചില പ്രശ്നങ്ങൾ ചില ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ലേഡീസിനുള്ള ക്ലാസ് ആയി. ഓക്കെ. കാരണം സ്ത്രീകൾ ഒരുപാട് പ്രയാസമുണ്ട്, പുരുഷന്മാരും ഉണ്ട്, ഇല്ല എന്നല്ല. അത് മേ ബി അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ചില ക്ലാസ്സുകളൊക്കെ ചിലപ്പോ ആത്മാക്കളുടെ ഏരിയ, ചിലര് എൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ ആ ഏരിയയിൽ ഉള്ള ക്ലാസ്സുകൾ വരുമ്പോൾ ബാക്കിയുള്ളവർ അതിനകത്ത് അറ്റൻഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ചെയ്യുന്നത് അത് മാത്രം അറ്റൻഡ് ചെയ്താൽ. ഓക്കെ, ശരി, ഫൈൻ. മറ്റൊരു ഫൗണ്ടേഷൻ ഓൺലൈൻ പഠിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് ഫൗണ്ടേഷൻ ഓൺലൈൻ പഠിപ്പിക്കാനുള്ള ലൈസൻസ് ഇല്ല. ഇൻ പേഴ്സൺ മാത്രമേ പറ്റുള്ളൂ. ദെൻ SOP ഫ്രീ ക്ലാസ് ഷാഖിഥ ഇല്ല, ഫ്രീ വേണോ അല്ലേ? ഓക്കെ. വൺ തിങ് ഇസ് 29th നമുക്ക് SOP ഉണ്ട്. അത് സിംഫണി ക്ലാസ് സെഷൻ ഉണ്ട് 29th. ആക്ച്വലി ദിസ് ടൈം കൂടെ അത് ഫ്രീ ആണ്. ഹവർ ചിലർക്ക് ഫ്രീ ആയി കിട്ടുമ്പോൾ ലൈഫിൽ എന്ന് വെച്ചാൽ ചിലർ ആക്ച്വലി എനർജി എക്സ്ചേഞ്ചിൽ വിശ്വസിക്കുന്നവരാണ്. ഓക്കെ. അങ്ങനെ വിശ്വാസമുള്ളവർക്ക് മാത്രം. ഇപ്പൊ ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടൈമും ക്ലാസ് ഫ്രീ ആയിട്ടാണ്, SOP സെഷൻ സിംഫണി സെഷൻ ഫ്രീ ആയിട്ടാണ് കൊടുത്തത്. പക്ഷെ ഞാൻ നോക്കുമ്പോഴുണ്ട് കുറെ പേരൊക്കെ ദക്ഷിണ പോലെ കുറെ പേയ്മെന്റ് അയച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഫൈൻ, എനിക്ക് ലൈക്ക് ഈ സർവീസിന് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പേയ്മെന്റ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ് എനിക്ക് അയക്കണം. ഓക്കെ. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് യു ആർ പേയിങ് മീ 100 rupees, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇത്തവണ കൂടി അത് ഫ്രീ ആണ്. ഹവർ അത് വാല്യൂ ഉള്ളതാണ്. SOP സെഷൻ മീൻസ് സിംഫണി സെഷൻ ഫ്രീ ആയിട്ട് തരണമെന്ന് കരുതിയിട്ട് ഇറ്റ്സ് ഒരു എന്താ പറയാ വാല്യൂ ഇല്ലാത്തൊരു സാധനമായിട്ട് നിങ്ങൾ കരുതരുത്. അത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ലൈക്ക് ഐ മീൻ നോട്ട് സാധനം, അന്ന് കയറാൻ കഴിഞ്ഞില്ല. മറ്റേ ഇതിനകത്ത് പെട്ടെന്ന് ക്ലോസ് ആയി എന്ന് പറഞ്ഞ് സിംഫണി സെഷൻ ഹയറിണ്ടായിരുന്നു. ജോയിൻ ചെയ്യാനായിട്ടേ നോക്കിയപ്പം 8ാം തീയതി ആയിരുന്നു അത് സർ. ഫില്ലായി എന്ന് കാണിച്ചു. പിന്നെ ഞാൻ യൂട്യൂബ് കണ്ടു അന്നേരം. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു എന്നായിരുന്നു അത് സെഷൻ ഉണ്ടായിരുന്നത്? April 8th അല്ലേ? അതെ അതെ അതെ, April 8th അപ്പൊ ആ സമയത്ത് ആക്ച്വലി കിടന്ന ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തിട്ട് വെറുതെ കിടന്നാ മതിയായിരുന്നു, വേറെ ഒന്നും ചെയ്യേണ്ടതില്ലായിരുന്നു. ഓക്കെ. അടുത്ത 29നും അങ്ങനെ തന്നെ അതെ, അതായിരിക്കും. ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം. എനിക്ക് റാൻഡം ആയിട്ട് എല്ലാവർക്കും അയക്കാൻ പറ്റില്ല, ആ ഗ്രൂപ്പിനകത്തുള്ളവർക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ അതിനകത്ത് ജോയിൻ ചെയ്താലും നിങ്ങൾ ചിലപ്പോൾ ഞാൻ യൂട്യൂബ് ലൈവിലും കൂടെ ചെയ്യുമായിരിക്കും. പക്ഷെ അറ്റ് ദ ടൈം പ്ലീസ് ഡോണ്ട് സ്പീക്ക് എനിത്തിങ്. ഒന്നും സംസാരിക്കാതെ വെറുതെ കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തത് ബിക്കോസ് നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, ഡോണ്ട് ഡിസ്റ്റർബ് മീ. സാറിനോടല്ല കേട്ടോ. കഴിഞ്ഞ തവണ ആക്ച്വലി ഞാൻ ലൈവ് പോകുന്ന സമയത്ത് ഇതെന്താ മ്യൂട്ട് മീൻസ് എന്താ ഒന്നും സംസാരിക്കാത്ത എന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനൊന്നും സംസാരിക്കില്ല. ഐ ബി ഡൂയിങ് ദ പ്രോസസ് ഓൺലി. ഓക്കെ, ശരി.
മൈ ഡിയർ ഓൾ, ഇസ് ദർ എനി ക്വസ്റ്റ്യൻ ഓർ എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? മാം എനിക്കൊരു ക്ലാസ്സും ഓൺലൈൻ ഉണ്ടാവില്ല, ഡയറക്റ്റ് തന്നെ വരണം. കാരണം ഫേസ് ലിഫ്റ്റിലൊക്കെ ഒരു മാം ബോധ്യങ്ങൾ പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, ഒക്കെ ഉണ്ട്. അത് മാം ഡയറക്റ്റ് തന്നെ. മാം ഗംഗയാണ്. കേക്കാമോ മാം? യെസ് എനിക്ക് മാം, പറയൂ. ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ സാരമില്ല. ഫോണിൽ. മാം നമ്മളിപ്പോ ആക്സസ് ബാർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ക്ലാസ്സിൽ ചേരുന്നതിന് മുന്നേ നമ്മളെ പ്രാപ്തരാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മോർ എന്താ പറയാ റിസീവ് ചെയ്യാൻ നമ്മളെ എങ്ങനെയാണ് പ്രാപ്തരാക്കേണ്ടത്? നമ്മൾ ആക്ച്വലി നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല. അതായത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഉൾവിളി എന്ന് പറഞ്ഞാൽ ഒരു അതായത് ഭയങ്കര റെസിസ്റ്റൻസോടുകൂടി, വെപ്രാളത്തോടുകൂടി എനിക്കിത് ഇഷ്ടമില്ല, എന്നാലും ഞാൻ പോയി നോക്കട്ടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ആ ഒരു തരത്തിലല്ല ക്ലാസ്സിൽ വരേണ്ടത്. ഓക്കെ മാം. പരീക്ഷണത്തിനായിട്ട് വരാൻ പാടില്ല. പാടില്ല. ഓക്കെ. നിങ്ങൾക്ക് പരീക്ഷിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒന്നും കിട്ടാൻ പോകില്ല. ഓക്കെ, അതെ. നമ്മൾ ആക്ച്വലി ഓക്കെ ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ചേഞ്ച് മൈ ലൈഫ്. നമ്മുടെ ആ ഒരു ലൈക്ക് അത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡും ആൻഡ് അതാണ് ഇമ്പോർട്ടൻറ്റ്. മാം ഇപ്പൊ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ജഡ്ജ്മെന്റ് ലൈഫിൽ ഒത്തിരി ഇപ്പൊ മാമിന്റെ ക്ലാസ്സിൽ വന്ന് കുറെ കണ്ട ശേഷമാണ് ഞാൻ അവെയർ ആയത് എത്രമാത്രം ജഡ്ജ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോഴ് അതുപോലത്തെ എന്തെങ്കിലും ആസ് എ ബിഗിനർ ആക്ച്വലി ആക്സസ് ബാസ് ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മള് ജഡ്ജ്മെന്റ് ഒക്കെ നമ്മളിൽ നിന്ന് ആ പ്രോസസ്സുകൾ ചെയ്തു വരുമ്പോഴും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോഴും ജഡ്ജ്മെന്റ് ഒക്കെ നമ്മളിൽ നിന്ന് പതിയെ പതിയെ പോകാൻ തുടങ്ങും. എന്നാലും ജഡ്ജ്മെന്റ് പോവുക എന്ന് പറഞ്ഞാൽ, അതായത് മറ്റുള്ളവരെ വിധിക്കുക, സ്വയം വിധിക്കുക എന്നൊക്കെ പറയണത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യമല്ല. അതെ. അറ്റ്ലീസ്റ്റ് അവെയർ കുറച്ചെങ്കിലും ഒരു മറ്റേത് കൗണ്ട്ലെസ് പോയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് 1 or 2 ഓക്കെ അവെയർ ആവുന്നുണ്ട്. അതാണ് എനിക്ക് അതായത് ആ അവെയർനെസ് സെഷനിലൂടെയും അവയർനെസ് തന്നെയാണ് ലഭിക്കുന്നത്. SOP സെഷനിലൂടെയും നമ്മൾ ഇനിയിപ്പോ ലൈഫ് ടൈം നിങ്ങൾക്ക് പലതിനെയും കുറിച്ച് അവയർനെസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു തവണ നിങ്ങൾ ചെയ്താൽ പോലും. Okay. Okay, ma'am. Okay. Thank you. I think you attended 3 or 4 times. However, അതെ. അപ്പൊ അതുകൊണ്ട് ആക്ച്വലി നമുക്കത് ഇനിയിപ്പോ ഒരിക്കൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ പോലും അത് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പല ബോധ്യങ്ങളും എല്ലാം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. Thank you, ma'am. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് കം ഫോർ ദ ക്ലാസ്. Okay, ma'am. Thank you. Only if you wish. Thank you. All right. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാൻ? മാം ഈ ബോഡി പ്രോസസ് ആൻഡ് ഫൗണ്ടേഷൻ ക്ലാസ് ഡിഫറൻസ് എന്താ? ക്ലാസ് പഠിച്ചിട്ടുള്ളതാണോ? ആരാ ചോദിക്കുന്നതിനോട്? ആരാണ്? ശിശിര മാഡം പറഞ്ഞു തരൂല. അല്ല, അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക നമുക്ക് ചെയ്യണത്? മനസ്സിൽ തോന്നുകയാണെങ്കിൽ വന്നാ മതി. ഫൗണ്ടേഷൻ ക്ലാസ് എപ്പോഴാ ഫൗണ്ടേഷൻ ക്ലാസ്? ഫൗണ്ടേഷൻ ക്ലാസ് ആക്ച്വലി ഈ മാസം ഉണ്ട് ഒരെണ്ണം, 24-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ. ഇനിയിപ്പോ അടുത്ത മാസം ലാസ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് വീക്ക് ഉണ്ട് ഫൗണ്ടേഷൻ ക്ലാസ്. ഓൺലൈൻ ആണോ മാം? ഓൺലൈൻ ഇല്ല. അത് ആക്സസ് പാസ് പഠിച്ചവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ ഫൗണ്ടേഷൻ ക്ലാസ്സില്. ഞാൻ ആക്സസ് ബാർ പഠിച്ചതാ. ആക്സസ് പാസ് പഠിച്ചവർക്ക് വരാം ഫൗണ്ടേഷൻ ക്ലാസ്. അപ്പൊ 24 3 ദിവസമാണോ? 4 ദിവസം. 4 ദിവസം. അപ്പൊ സ്റ്റേ ചെയ്യണം അല്ലേ? പേരെന്താ? ദീപ, ഇടുക്കി, രാജാക്കാട്. ഓക്കെ ഫൈൻ. ദീപ ചേച്ചി. ചേച്ചി ആക്ച്വലി എന്നോട് മെസ്സേജ് ഇട്ട് ചോദിക്കാട്ടോ, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം. താമസിക്കണം, ഇവിടെ വന്ന് താമസിക്കേണ്ടി വരും. 4 ദിവസം ഉണ്ട് ആ ക്ലാസ്. 4 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും അത്രത്തോളം കണ്ടന്റ് ഉണ്ട് അതിനകത്ത്.
പറയൂ. അന്നത്തെ പോലെ ഒരു അങ്ങനെ ഹോട്ടൽ ബേസ് അവിടെയാണോ എക്സലൻസിൽ പോലത്തെ അല്ല, ഇത് ആക്സസ് ബാർ? കോർപ്പറേറ്റിലാണ് ക്ലാസ് ഉണ്ടാവുക. ആ ഓക്കെ ഓക്കെ ട്രിവാൻഡ്രത്താണ് ക്ലാസ്. ഓക്കെ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഫൗണ്ടേഷൻ ക്ലാസ് ശരി. ഈ മാസം അടുത്ത മാസം ട്രിവാൻഡ്രത്താണ്. ഫൈൻ. എത്ര ഫീ ഫീ പറയാവോ? ഇത് ഞാൻ ആക്ച്വലി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ശരി. സെക്കൻഡ് തിങ്, വേറെന്തോ ഒരു കാര്യം പറയാനായിട്ട് വിചാരിച്ചു. ശിശിര, ബോഡി പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടോപ്പിക് ആണ്. ഒരു പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് കൊണ്ട് ബോഡി പ്രോസസ് എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ. എന്റെ പേര് ബ്യൂട്ടി ഗവാനി എന്നാണേ. ഓക്കെ, ശരി. അയ്യോ സോറി മാം, മോൻ വന്നിട്ട് ആരാന്ന്? കുഞ്ഞുങ്ങളല്ലേ, അവര് ചോദിക്കട്ടെ. അതെ അതെ. ഓക്കെ, സോ saying മാം, like ഞാനൊരു കാര്യം dark ചോദിച്ചോട്ടെ? side of the moon, or if I'm saying like 100% brain capacity or 90% brain capacity, or some kind of weird names ആണ് ബോഡി പ്രോസസ്സിനൊക്കെ ഉള്ളത്. ഓക്കെ, റിവേഴ്സിങ് ഏജ്, ദെൻ റിലീസിങ് ചിലതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിന്ന് ആക്ച്വലി പോവർട്ടിയുടെ ഇതൊക്കെ എടുത്ത് മാറ്റുന്നതും, നമ്മുടെ ഉള്ളിൽ വെൽത്തിന്റെ ഗോൾഡിന്റെ വൈബ്രേഷനിലോട്ട് നമ്മുടെ ബോഡീനെ ഷിഫ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അത് ആക്ച്വലി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ കഴിയില്ല. അത് ക്ലാസ് ഓക്കെ. വരുമ്പോഴാണ് എന്താണ് ഏതാണ് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആക്സസ് ബാർസ് എന്നൊരു കൺസെപ്റ്റില് യു കെയിം ഫോർ ദ ആക്സസ് ബാർസ് ക്ലാസ്. ആക്സസ് ബാർസ് ക്ലാസ് ആ ബേസിക് ക്ലാസ്സിൽ തന്നെ എന്തുമാത്രം ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, എന്തുമാത്രം ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതിന്റെ 100 times ആണ് ഫൗണ്ടേഷൻ ക്ലാസ്. അതെനിക്ക് അങ്ങനെ ഒരു ലൈനിലൊന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല. ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ക്ലാസ്സുകളാണ് ആക്സസ് ക്ലാസ്സുകൾ എന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയൂ. ഓക്കെ. ഓക്കെ, ശരി. താങ്ക് യു മാം. താങ്ക് യു. All right. മാം ഓ, മാം യൂട്യൂബിൽ ഇങ്ങനെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ, അത് നമ്മൾ കേൾക്കുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടാവോ? ഒന്ന് ഫൗണ്ടേഴ്സ് അല്ലാതെ പറയുന്നവരുടെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും കേൾക്കരുത്. കാരണം ഒരു CF ലൈസൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും സോഷ്യൽ മീഡിയയിൽ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ അനുവാദമില്ല. ഫൗണ്ടേഴ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ലൈവ് സെഷനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഓക്കെ, നമുക്കിങ്ങനെ ബുക്ക് റീഡ് ചെയ്താലും അതൊന്നും, കാരണം ദേ ആർ നോട്ട് അലോവിങ് ഇറ്റ്. അതിനൊക്കെ റീസൺസ് ഉണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല, ഇങ്ങനെ പറയാൻ കഴിയില്ല. ഹവർ അങ്ങനത്തെ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ്സ് കേൾക്കരുത്. പക്ഷെ നിങ്ങളുടെ ഇഷ്ടമാണ് കേൾക്കുന്നത് കേൾക്കാത്തത്. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശബ്ദത്തിലൂടെ അവരുടെ ഊർജം കൂടിയാണ് നമ്മൾ കേൾക്കുന്നത് എന്ന ബോധം വേണം. അപ്പോ ഒരു വ്യക്തി ആക്ച്വലി when they are doing it in a wrong way, or maybe നമ്മൾ ലിസൺ ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേൾക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് ക്ലാസ്സിൽ വരുമ്പോ പറയാം മാം. നൗ മൈ ആൻസർ ഇസ് ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ചിലതൊക്കെ ഡീമൺ ക്ലിയറിങ്സ് ഒക്കെ ഉണ്ട്. വി ഷുഡൻ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഓക്കെ, ഫൈൻ. കാരണം it's okay, you require support as well. Right. മാം, Oh, മാം മറ്റേ 10 keys to total freedom ബുക്ക് ഞാൻ മേടിച്ചായിരുന്നു. അപ്പം അത് എങ്ങനെയാ അത് കറക്റ്റ് രീതിയിൽ വായിക്കേണ്ടത് ഒന്ന് there is പറഞ്ഞുതരാമോ? no correct reading. Just read it. There is no correct. ഓക്കെ, ഓരോ ദിവസം ഓരോ ചാപ്റ്റർ അങ്ങനെയാണോ, അതോ അതിന്റെ അങ്ങനെയൊന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് You നമ്മൾ can എക്സ്ട്രാ പറയണം? randomly pick ചെയ്യാൻ വായിക്കാം. ഓക്കെ ഓക്കെ Okay. മാം, താങ്ക് യു. പക്ഷെ അതിന്റെ ഫെസിലിറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും.
ഓക്കെ മാം. ഓക്കെ, ശരി. താങ്ക് യു. സോ മൈ ഡിയർ ഓൾ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഹാപ്പി ആയിട്ട് എന്നും ചിരിക്കണം കേട്ടോ. നിങ്ങൾ ആക്സസ് ബാസ് ക്ലാസ് വരണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ചിരിക്കാൻ മറന്നു പോകല്ലേ പ്ലീസ്. ഓക്കെ, പ്ലീസ് നിങ്ങൾ ചിരിക്കൂ, ആഘോഷിക്കൂ. നമുക്ക് ശരീരമുള്ള എല്ലാ ദിവസവും ഏപ്രിൽ 14 മാത്രം ആകാതിരിക്കട്ടെ നമുക്ക് വിഷു. എല്ലാ ദിവസവും നമുക്ക് വിഷു ആയിരിക്കട്ടെ, എല്ലാ ദിവസവും നമുക്ക് ഓണമായിരിക്കട്ടെ, എല്ലാ ദിവസവും നമുക്ക് ആഘോഷങ്ങളാകട്ടെ, എല്ലാ ദിവസവും നമുക്ക് ദീപാവലി ആകട്ടെ, എല്ലാ ദിവസവും നമുക്ക് ക്രിസ്മസ് ആകട്ടെ, എല്ലാ ദിവസവും നമുക്ക് റംസാൻ ആകട്ടെ. എൻജോയ് എവ്രി ഡേ പ്ലീസ്. കാരണം നിങ്ങൾക്ക് ശരീരമുണ്ടെങ്കിൽ നമ്മൾ അതീവ സമ്പന്നരാണ്. ശരീരം ഇല്ലെങ്കിലാണ് നമ്മൾ ദരിദ്രർ. ശരീരമുള്ള സകലരും സമ്പന്നർ തന്നെയാണ്. ഓക്കെ, ആ ബോധ്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സകല അഹങ്കാരങ്ങളും മാറ്റിവെച്ച് നമുക്ക് എല്ലാ ദിവസവും ആഘോഷിക്കാനായിട്ട് ശ്രമിക്കാം. പ്രിയമുള്ളവരെ, നന്ദി. താങ്ക് യു. Thank you, ma'am. Ha 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 ha. Thank you. ഓക്കെ, താങ്ക് യു.